മര്യാദയ്ക്ക് എന്റെ ഡ്രസ് ക്ലീൻ ചെയ്ത് താടി. ദേ നിന്റെ ദുർഗാന്റി വിളിക്കുന്ന പോലെ എടി പൊടിന്നൊക്കെ എന്നെ വിളിക്കാൻ തുടങ്ങിയല്ലേ എന്റെ വിധം മാറും. തുളസി വെറുതെ ഇഷ്യൂ ഉണ്ടാക്കണ്ട, ഞാൻ വേണമെങ്കിൽ തുടച്ചു തരാം. വേണ്ട, ഇവള് തന്നെ തുടയ്ക്കണം. തുടയ്ക്കാം. ഇപ്പൊ കൊണ്ടുവരാവേ. ഇനി പോയട്ടെ. കഴിഞ്ഞിട്ടില്ല. തിരിഞ്ഞെന്നേ മോളെ. ദേ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇതെല്ലാം തുടയ്ക്കണം. അയ്യോ, ഇത് തുടച്ചാ പോവില്ല, കഴുകേണ്ടി വരും. എന്നാ വേഗം കഴുകി കൊടുക്കും. ഇപ്പൊ തന്നെ കഴുകി കൊടുക്കാം. ചെല്ലുമോളെ. നിന്നെ ചെളിയിൽ വീഴ്ത്തിയപ്പോഴേ ഇവളെ കൊണ്ട് തന്നെ കഴിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ. ദൈവം അതിനൊരവസരം ഇപ്പോഴാ കൊണ്ടുവന്ന് തന്നത്. അതെ, ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്തല്ലേ പറ്റൂ. വരൂ ആതിരെ, നിങ്ങളും വാ. ഇനി ബാ. വേണ്ട തുളസി, പ്ലീസ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ ആന്റി? Stop it. Stop, തുളസി. എന്തുവഴി കാണിക്കുന്നു? നിർത്താൻ. What the hell are you doing? No. ഇതാണ് മാഡം വാട്ടർ സർവീസ്. ആന്റി പറ. ഇല്ല, പറ്റില്ല മാഡം. തുടയ്ക്കും തോറും കൂടി കൂടി വരുന്ന അഴുക്കാണ് നിങ്ങളുടെ മരുമോളുടെ ഡ്രസ്സിലുള്ളത്. അതുകൊണ്ട് സർവീസ് നിർത്താൻ പറ്റില്ല. അലറാതടി, ഇതേ സൗജന്യ സേവനം, കാശൊന്നും വേണ്ട. പറഞ്ഞത് നീ മനുഷ്യ സ്ത്രീയല്ല, രാക്ഷസിയാ. നോക്കിക്കോ, ഇവളെ വെള്ളം ഒഴിപ്പിച്ച് നനപ്പിച്ചതുപോലെ നിന്നെ ഞാൻ കണ്ണീരിൽ കുളിപ്പിക്കും. ആവശ്യമില്ലാതെ തുളസിയെ നോവിക്കാൻ നോക്കിയാലേ ഇതല്ല ഇതിനപ്പുറവും തുളസി ചെയ്യും. പിന്നെ നിങ്ങൾ പറഞ്ഞ കണ്ണീര്, അത് എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഇവൾക്കും എല്ലാവർക്കും കാണുമല്ലോ. ഞാൻ മനസ്സ് വെച്ചാൽ
ഈ ഹോസ്റ്റലിൽ നിന്ന് ചീറ്റിച്ച പോലെ അല്ല, നായകര വെള്ളച്ചാട്ടം പോലെ ഒഴുകും നിങ്ങളുടെ കണ്ണിന്ന് കണ്ണുനീര്. അതെ, ഞാനും നിന്റെ ദുർഗാന്റെയും തമ്മിലുള്ള യുദ്ധത്തിനിടയിലേക്ക് നീർക്കോലി പോലെ വലിഞ്ഞു കയറി വന്ന ഇതായിരിക്കും നിന്റെ അനുഭവം. അതെ, ഇത് നീയും ഞാനും തമ്മിലുള്ള യുദ്ധമാ. എന്നെ തോൽപ്പിക്കാനായി ഇനി ഇതിന്റെ പേരില് എന്റെ അമ്മയുടെ മുന്നിലേക്ക് വന്ന് കയ്യിൽ വെച്ച് കർപ്പൂരം കത്തിക്കാനോ മറ്റോ നോക്കിയാ പച്ചയ്ക്ക് കത്തിക്കും നിങ്ങളെ ഞാൻ. തുളസിയാ പറയുന്നത്. ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. അവള് വെല്ലുവിളിച്ചിട്ടാ പോയത്, കണ്ടില്ലേ ചേച്ചി? ഈ വെല്ലുവിളി മറക്കില്ല ഞാൻ, എന്റെ മരണം വരെ. ജയേട്ടാ, തുളസി കടയിലേക്ക് പോയിരിക്കുക. ഞാൻ പോയ വൈകൂന്ന് പറഞ്ഞ് സ്കൂട്ടർ എടുത്ത് പോയതാ. ഇപ്പൊ 1 മണിക്കൂറായി, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അവളിപ്പോ വരും. പിന്നെ തുളസിയും ഫ്രണ്ട്സും സ്ഥിരം സ്നാക്സ് കഴിക്കുന്ന കടയിലേക്ക് ദുർഗേച്ചി പോകുന്നുണ്ടല്ലോ. ആണോ? അയ്യോ, അതെന്താ ദുർഗേച്ചി അങ്ങോട്ട്? ദുർഗേച്ചി ഒറ്റയ്ക്കുള്ളോ അതോ? അല്ല, ആ പെണ്ണില്ലേ ആതിര, അവളും ഉണ്ട് കൂടെ. എന്തെങ്കിലും പ്രശ്നമായി കാണുമോ? ആ കടയിലേക്ക് ദുർഗേച്ചി പോണ്ട ഒരു കാര്യമില്ലല്ലോ. താൻ ടെൻഷൻ അടിക്കാതിരിക്കുക, അവളിപ്പോ വരും. ഞാനെന്നാ പിന്നെ വിളിക്കാം. ശരി. ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ടോ നോക്കിയേ. ഞാൻ പറഞ്ഞതും അല്ലാത്തതും കൂടി നീ വാങ്ങിച്ചോണ്ട് വന്ന് കാണുമല്ലോ. അമ്മ എഴുതി തന്ന മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. എഴുതാപ്പുറം വായിച്ചാണല്ലോ ശീലം. അമ്മ എന്തോ ഉള്ളിൽ വെച്ചാണല്ലോ പറയുന്നത്. ദേ, ഈ വളച്ചുകെട്ടി പറയൽ പരിപാടി പണ്ട് എനിക്കിഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. അമ്മ പറഞ്ഞ സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വഴക്കുണ്ടാക്കാൻ ഞാൻ നിന്നെ പറഞ്ഞ് ഏൽപ്പിച്ചായിരുന്നു. വഴക്കുണ്ടാക്കിയിട്ടല്ലേ നീ വരുന്നേ? അത് അമ്മ ഇങ്ങനെ ഇക്കാര്യം അറിഞ്ഞു. പൂച്ച കണ്ണടച്ച ഈ ലോകം തന്നെ കണ്ണടച്ചു എന്നാ പൂച്ചയുടെ വിചാരം. നീ ഈ നാട്ടിൽ എവിടെ എന്ത് ചെയ്താലും ആ നിമിഷം ഞാനിവിടെ അറിയുന്നതൊന്നും പൂർണ്ണമായും വിശ്വസിക്കരുതമ്മേ. നമ്മൾ കരുതുന്ന പോലെ എല്ലാരും നമ്മുടെ ഇഷ്ടക്കാരും ഞാൻ നേർവഴിക്ക് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കില്ല. തുളസി, നീ തമാശകളെ. എന്തിനാ നീ ദുർഗേച്ചിയായി വഴക്കുണ്ടാക്കിയത്? അമ്മയോട് ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചവര് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പഴീ ചോദ്യം ഉണ്ടാവില്ലായിരുന്നു. ആരെന്തു പറഞ്ഞാലും നീ വഴക്കു കൂടിയത് തെറ്റ് തന്നെയാ. അല്ലെങ്കിലും ദുർഗേച്ചിയെ കാണുമ്പോൾ നിനക്ക് ഹാലിളകുന്നത്. എപ്പോഴും എന്തെങ്കിലും പ്രശ്നം അവരുമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണോ? ഒന്നുമില്ലെങ്കിലും നിന്റെ അമ്മയുടെ സ്ഥാനവും പ്രായമില്ലേ അവർക്ക്? ഓ, ഇത് ഞാൻ പണ്ടേ കേൾക്കുന്നതാ. അമ്മ, അമ്മയെ പോലെ അമ്മയുടെ സ്ഥാനം. ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിക്കട്ടെ, അവരുടെ മകളാവാനുള്ള പ്രായമല്ലേ എനിക്കുള്ളൂ? എന്നെ അവർക്ക് മകളായി കണ്ടൂടെ? ഒരു ചെറിയ പെൺകുട്ടിയോട് പെരുമാറുന്ന പോലെയാണോ അവരെന്നോട് പെരുമാറുന്നേ? എപ്പോ കണ്ടാലും ചാടി കടിക്കാൻ വരും. വായി തോന്നിയൊക്കെ വിളിച്ച് പറയുകയും ചെയ്യും. അതൊക്കെ അവിടെ നിക്കട്ടെ. എന്താ ഇപ്പൊ ഉണ്ടായത്? ഞാൻ ആരോടും വഴക്കിന് പോയിട്ടില്ല. ഞാനും ഫ്രണ്ട്സും കൂടി ബർഗർ കഴിച്ചോണ്ടിരുന്നപ്പോ അവിടെ ദുർഗാമ്മയും ആതിരയും വന്ന് മനഃപൂർവ്വം വഴക്കുണ്ടാക്കായിരുന്നു. നീ വേഗം കിട്ടിയ അവസരമാണല്ലോ എന്ന് കരുതി അങ്ങോട്ട് കയറി വഴക്കുണ്ടാക്കി കാണും. ദുർഗാമ്മയാണ് ആതിര എന്റെ ദേഹത്തേക്ക് തള്ളിവിട്ടേ. ഞാനിത് വിശ്വസിക്കില്ല. ദുർഗേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വിശ്വസിക്കണ്ട. അല്ലേലും അമ്മ എന്നെ വിശ്വസിക്കില്ലല്ലോ. അന്യര് പറയുന്നല്ലേ വിശ്വസിക്കാം. അവിടെ നടന്ന എന്താന്ന് ഞാൻ പറയാം.
അത് കേട്ട് കഴിഞ്ഞിട്ട് എന്താ ശരിയെന്നും എന്താ തെറ്റെന്നും അമ്മ തീരുമാനിച്ചോ. ഇതാണ് നടന്നത്. ആതിരയുടെ ഡ്രസ്സില് അവര് കാരണം ഉണ്ടായ അഴുക്ക് എന്നെ കൊണ്ട് കഴിക്കാൻ നോക്കി. എന്തായാലും കഴുകണമല്ലോ എന്ന് കരുതി ഞാൻ മൊത്തത്തിൽ അങ്ങ് സർവീസ് ചെയ്ത് കൊടുത്തു. ഞാൻ വേറെ വഴക്കിന് പോവോ അവൾക്കിട്ട് 2 പൊട്ടിക്കോ ഒന്നും ചെയ്തില്ല. അമ്മേ, ഞാനായിട്ട് ആരോടും വഴക്കിന് പോവില്ല. എന്നെ ചൊറിയാൻ വന്നാ ഞാൻ അവരെ വെറുതെ വിടൂല്ല. നീ എന്തൊക്കെയാ തുളസി പറയുന്നത്? വെറുതെ പറയുന്നല്ല. എന്നെ അപമാനിക്കാനും എനിക്കിട്ട് പണിയാനും വന്ന കഴുത്തിന് പിടിച്ച് വലിച്ചു കീറിഞ്ഞ. തുളസി, ഉപദേശമൊന്നും വേണ്ടമ്മേ. അമ്മയുടെ പ്രായമല്ല എനിക്ക്. അമ്മയെ പോലെ സഹിക്കാനും ഭൂമിയോളം ക്ഷമിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നീ മോളെ. അമ്മേ, ഓരോരുത്തരുടെ പ്രായവും സ്വഭാവവും അനുസരിച്ചായിരിക്കും തിരിച്ചടിയും പക വീട്ടിലൊക്കെ. എന്റെ രീതി ഇതാ, അടിക്ക് തിരിച്ചടി, അത്ര തന്നെ. അടി കൊള്ളാതിരിക്കണമെങ്കിൽ വഴി മാറി നടക്കാൻ മാത്രമേ മാർഗമുള്ളൂ. ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചതാ, പക്ഷെ ഇത്ര പെട്ടെന്നുണ്ടാവും അറിഞ്ഞില്ല. ദുർഗ എവിടെ? ദുർഗിച്ച അകത്തുണ്ട്. ഞാനിപ്പോ അപ്പച്ചി ഓർത്തതേ ഉള്ളൂ. അപ്പച്ചി എന്താ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടും വരാത്തേന്ന്? പ്രശ്നം ഉണ്ടാവാൻ പോകുന്നല്ലേ ഉള്ളൂ. ആ തുളസിയെ തല്ലി ചതച്ച് കായലിൽ എറിയേണ്ട സമയം കഴിഞ്ഞ അപ്പച്ചി. എന്നെ കൊണ്ട് അവളത് ചെയ്യിക്കും. അപ്പച്ചി വന്നോ? കാര്യങ്ങളെല്ലാം അറിഞ്ഞില്ലേ? നിനക്ക് ആ പെണ്ണിന്റെ കരണം അടിച്ച് പൊട്ടിക്കായിരുന്നില്ലേ? അത് അറിയാഞ്ഞിട്ടോ അതിനുള്ള കഴിവില്ലാഞ്ഞിട്ടോ അല്ല. ഞാൻ കൈ നിവർത്തി ഒരെണ്ണം പൊട്ടിച്ച അവൾ അവിടെ കിടന്ന് പെടഞ്ഞു ചാവും. ചാവട്ടെ എന്ന് വെക്കണമായിരുന്നു. പിന്നീട് വരുന്നതൊക്കെ ഞാൻ നോക്കുമായിരുന്നില്ലേ? മംഗള അപ്പച്ചി അപ്പൊ അവിടെ ഇല്ലാതിരുന്നത് നന്നായി. ഇതിപ്പോ എത്രാമത്തെ തവണയാ അവളെന്റെ ആതിര മോളെ ഉപദ്രവിക്കുന്നത്? ശരി, കരയാതിരിക്കെ. എന്നെ അവള് കുളിപ്പിച്ചു കളഞ്ഞു മാമൂസേ. വല്ലപ്പോഴും ഇതുപോലൊന്ന് കുളിക്കുന്നത് നല്ലതാ. ദുർഗ, എന്താ അപ്പച്ചി? നീ തന്നെ പറ, എന്റെ കൊച്ചുമോളെ ഞാൻ ഇനി ഇവിടെ നിർത്തണോ? അതെന്താ അപ്പച്ചി അങ്ങനെ ചോദിച്ചേ? നിന്റെ നാത്തൂന്റെ പെണ്ണിന്റെ അടിയും ഇടിയും തൊഴിയെ സഹിച്ച് ഇവളെ ഞാൻ ഇവിടെ നിർത്തണോന്ന്. ആദ്യേട്ടനെ വിട്ട് ഞാൻ എവിടേക്കും വരില്ല മാമൂസേ. നീ എവിടേക്കും പോവരുത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ആദിയുടെ സ്നേഹം അത് പിടിച്ചെടുക്കുകയാണ് ആതിരയുടെ ഡ്യൂട്ടി. ഞാനും ആദ്യേട്ടനും തമ്മിലുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടത്തി തരണം ആന്റി. അത് നടക്കണമെങ്കിൽ നീയും ഞാനും അപ്പച്ചിയും വിചാരിച്ചതുകൊണ്ട് മാത്രം നടക്കില്ല. പിന്നെന്താ, അങ്കിളിന്റെ സമ്മതം വേണോ? ആദിയുടെ സമ്മതമാണ് ആദ്യം വേണ്ടത്. അതെ, നിനക്കിതുവരെ ആദിയുടെ മനസ്സിൽ കിടക്കാൻ പറ്റിയിട്ടില്ല. ആണുങ്ങളുടെ മനസ്സിലേക്കുള്ള വഴി ആഹാരത്തിലൂടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര ടൈംസ് ആദ്യേട്ടന് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു. ഒരിക്കൽ പോലും ആദ്യേട്ടൻ അത് കഴിക്കുകയോ എന്നോടൊരു താങ്ക്സ് പറയുകയോ പോലും ചെയ്തിട്ടില്ല. ആണിന്റെ മനസ്സിലേക്കുള്ള വഴി ആഹാരത്തിലൂടാണെന്ന് നിന്നോട് ആരാ ഈ വിഡ്ഢിത്തരമൊക്കെ പറഞ്ഞു തന്നത്? ഈ സുലു ചേച്ചി. എനിക്ക് തോന്നി. അത് പിന്നെ ആരോ പറഞ്ഞു കേട്ടതാ. ആഹാ, തിന്നാനും കുടിക്കാനും കൊടുത്താലേ അവര് നമ്മളെ എത്ര വേണേലും സ്നേഹിക്കുമെന്ന്. അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരുടെ കാര്യമാ. ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നവര് അങ്ങനെ ആയിരിക്കില്ല. ആ, അത് ഇവിടെ വന്നപ്പോഴാ എനിക്ക് മനസ്സിലായത്. നമ്മൾ എന്തിനാ അനാവശ്യ കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയുന്നത്? ഇനിയും വെച്ച് താമസിപ്പിക്കാതെ ആദിയുടെ ഇഷ്ടം സമ്പാദിക്ക്. എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അതെ, ഇത്രയും പേരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടും
നിനക്കിതുവരെ ആദ്യോടൊന്ന് ഫ്രീ ആയിട്ട് ഇടപെടാൻ പോലും പറ്റിയില്ലെങ്കിൽ അത് നിന്റെ പരാജയം മാത്രമാ. ഇല്ല ആന്റി, ഇനി ആതിര പരാജയപ്പെടില്ല. ഒരാഴ്ച ഞാൻ നിനക്ക് സമയം തരാം. അതിനുള്ളിൽ ആദ്യം നിന്നെ സ്നേഹിച്ചിരിക്കണം. ഈ തുളസി എന്താ ഇങ്ങനെ പെരുമാറുന്നേ? അവരാണെങ്കിൽ കിട്ടുന്ന അവസരമൊക്കെ ഇവളെ ഉപദ്രവിക്കാൻ നോക്കുക. കർമ്മഫലം അല്ലാതെന്താ? ഒരമ്മയുടെയും മകളുടെയും ജീവിതത്തില് ഇത്രയും പകയും ദേഷ്യമൊന്നും കാണില്ല. ഇതിന്റെ എല്ലാം അവസാനം എന്താണെന്നോ എങ്ങനെയായിരിക്കുന്നോ എനിക്കറിയില്ല ചേട്ടാ. രണ്ടുപേരും ഒരേ ജനസ. അതാ നമ്മൾ എത്ര പറഞ്ഞിട്ടും ഒരയവുമില്ലാതെ നിൽക്കുന്നത്. ദുർഗേച്ചിക്ക് ദേഷ്യം വന്ന എന്താ ചെയ്യാന്നോ എന്തോ പറയാന്നോ അറിയില്ല. അതുപോലെ തന്നെയാ തുളസി. എങ്ങനെ ഇതിനൊക്കെ പരിഹാരം കാണൂന്ന് ഓർത്താ ഇപ്പോഴത്തെ എന്റെ ആദ്യം മുഴുവൻ. വരുന്നിടത്ത് വെച്ച് കാണാൻ പ്രിയ, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അന്യരെ പോലെ കൈ കഴുകി മാറി നിൽക്കാൻ പറ്റുമോ ജയേട്ട? നമ്മൾ അവളുടെ അച്ഛനും അമ്മയല്ലേ. നാളെ ഒരിക്കൽ അവളുടെ യഥാർത്ഥ അച്ഛനും അമ്മയും ദുർഗേച്ചി ഏട്ടനുമാണെന്ന് അവൾ അറിയുമ്പോ സ്വന്തം മകളല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ അകൽച്ച കാണിച്ചതെന്നും അവളെ നേർവഴിക്ക് നടത്താതിരുന്നെന്നും അവള് കരുതില്ലേ? നമ്മൾ ചെയ്ത തെറ്റിന്റെ ഫലം ഉമിത്തയിൽ എന്നതുപോലെയുള്ള നീറൽ അനുഭവിക്കുക. അതല്ലാതെ വേറെ വഴിയില്ല. മോളെ, കൊള്ളാം, നീ സുന്ദരിയായിട്ടുണ്ട്. 19 വർഷത്തെ പഴക്കമെങ്കിലും കാണും. പഴയ സ്വർണ്ണ. ഇതിന്റെ ഗുണം ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. എന്നാ ആന്റി എന്റെ ആദ്യേട്ടന്റെയും കല്യാണം? അതുടനെ തന്നെ ഉണ്ടാവും. അതിനുവേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ ഇപ്പോഴേ ചെയ്യണം. ഈ ഓർണമെന്റ്സ് ഒക്കെ എനിക്കുള്ളതാണോ? അതെ. ഇതിട്ട് എന്റെ ആദിമോന്റെ പെണ്ണായിട്ട് ഈ വീട്ടിലേക്ക് കയറി വരുന്നത് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കുറച്ചേറെയായി. ഇന്നലെ ഞാൻ ആ സ്വപ്നം കണ്ടു. കതിർമണ്ഡപവും നാദസ്വരമേളവും കത്തിച്ചു വെച്ച നിലവിളക്കിന് സാക്ഷിയാക്കി എന്റെ ആദി നിന്റെ കഴുത്തിലെ താലി കെട്ടുന്നു. ആളുകൾ മംഗളാശംസ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് പുഷ്പവൃഷ്ടി നടത്തുന്നു. അനുഗ്രഹത്തിനായി നിങ്ങൾ എന്റെയും പ്രസാദേട്ടന്റെയും കാൽ തൊട്ട് വന്നിക്കുന്നു. നിന്റെ നെറുകയില് പ്രസാദേട്ടൻ കൈവച്ച് ദീർഘസുമംഗലി ഭവാന്ന് അനുഗ്രഹിക്കുന്നു. നീ നോക്കിക്കോ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കും. പക്ഷെ ആന്റി, ആദ്യേട്ടൻ എന്നെ ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ആദ്യേട്ടന്റെ ശ്രമം. അതൊന്നും നീ കാര്യമാക്കണ്ട. ആദ്യം എന്തൊക്കെ പറഞ്ഞാലും അവനെ സ്വന്തമാക്കാൻ നീ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ആദ്യം നീ നിന്റേതാക്കി മാറ്റണം. ഈ ആഭരണങ്ങൾ നിന്റെ കഷ്ടപ്പാടിനുള്ള പാരിതോഷികമാ.
എനിക്കുള്ളതാണോ? അതെ, നീ ഇതൊക്കെ എടുത്ത് നണിഞ്ഞേ ആന്റി ഒന്ന് കാണട്ടെ. അയ്യോ, താങ്ക് യു ആന്റി, മൈ സ്വീറ്റ് ആന്റി. ദേവമംഗലം തറവാട്ടിലേക്ക് വിവാഹം കഴിച്ചു വരുന്നവർക്ക് പാരമ്പര്യമായിട്ട് നൽകിപ്പോരുന്ന ആഭരണങ്ങളായത്. ഓ, ഇതിന്റെ മൂല്യം കാശുകൊണ്ട് തിട്ടപ്പെടുത്താനാവില്ല. ഓക്കേ. ഇവിടുത്തെ മുത്തശ്ശിക്ക് അവരുടെ അമ്മ കൈമാറി, അമ്മ അത് എനിക്ക് കൈമാറി, ആഹാ. ഞാനിത് നിനക്ക് കൈമാറുന്നു. ദാ. ദുർഗേ, മോളെ, ഇതിവിടുത്തെ കുടുംബസ്വത്തല്ലേ? അതെ, അതിനിപ്പോ എന്താ? ആതിര നമുക്ക് അന്യൊന്നുമല്ലല്ലോ. അന്യയാണെന്ന് കരുതി പറഞ്ഞല്ല, ആതിര നമുക്ക് വേണ്ടപ്പെട്ടവൾ തന്നെയാണ്. അവൾക്ക് നീ എന്തു കൊടുത്താലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഈ ആഭരണങ്ങൾ ഇത് ഞാൻ നിനക്ക് തന്നെയല്ലേ? അതെ, ഇതിനി എന്റെ ഇഷ്ടം പോലെ ആർക്ക് വേണമെങ്കിലും കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. തെറ്റൊന്നുമല്ല. ഈ ആഭരണങ്ങളൊക്കെ ആരുടെ സ്വകാര്യ സ്വത്തൊന്നുമല്ല, പാരമ്പര്യമായി കൈമാറിപ്പോകുന്ന ഒരു ആചാരം. എന്റെ വിവാഹ സമയത്ത് എനിക്ക് ഈ കുടുംബത്തിൽ നിന്ന് കിട്ടിയത് ഞാൻ നിനക്ക് കൈമാറി. ഇനി ഇത് നമ്മുടെ ആദ്യമോൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടിക്കുള്ളതാ. പ്രസാദേട്ടന്റെ അച്ഛന്റെ അനിയത്തിയുടെ പേരക്കുട്ടിയല്ലേ ആതിരമുള്ള? എന്നുവെച്ചാൽ മുറ പോലെ ഈ വീട്ടിലും വന്നു ചേരേണ്ടവള്.